ഗ്രാമത്തിൽ ശേഖർ എന്നു പേരുള്ള 22 വയസ്സ് യുവാവ് ഉണ്ടായിരുന്നു. ശേഖർ പഠിക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിശാലിയായിരുന്നു. പക്ഷെ ശേഖറിന്റെ അച്ഛനും അമ്മയും വളരെ പാവപ്പെട്ടവരാണ്. ശേഖർ കോളേജിലേക്ക് പോകേണ്ട സമയമെത്തിയപ്പോൾ അവന്റെ അച്ഛൻ കമൽ പ്രസാദ് തന്റെ മകനോട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്കുമോനെ, ഞങ്ങളെ കൊണ്ട് എത്ര പറ്റാൻ പറ്റുന്നുണ്ടോ അത്രയും തന്നെ ഞങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മേലിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ എന്തിനാ പറയുന്നത് വെച്ചാ നിങ്ങൾക്ക് തന്നെ അറിയാലോ, എനിക്ക് കോളേജിലേക്ക് പോകുന്നത് എന്റെ സ്വപ്നമാണ്. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു വലിയ ആളാണെന്ന് ആഗ്രഹിക്കുന്നത്. ശേഖർ പറഞ്ഞത് കേട്ടിട്ട് ശേഖറിന്റെ അമ്മ അനീത വളരെ സ്നേഹപൂർവ്വം അവനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, എല്ലാ അച്ഛനമ്മയും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. തന്റെ മകൻ വലിയവനായി നല്ല കോളേജിലേക്ക് പോകണം, തന്റെ മാതാപിതാക്കളുടെ പേര് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ നിനക്കറിയാം, നിന്റെ അച്ഛൻ കൂലിപ്പണി ചെയ്ത് നിന്നെ ഇതുവരെ പഠിപ്പിച്ചിരിക്കുന്നു. കോളേജിലേക്ക് ഫീസ് കെട്ടാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുകയില്ല. ഒരു കുഴപ്പമില്ലാമേ, എനിക്ക് അച്ഛന്റെ വേദന നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ഓരോ ഉറുപ്പ ചേർത്ത് വെച്ചിട്ടാണ് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ വലിയ ആളായിട്ടുണ്ട്. ഞാൻ ഇത്രയും ദിവസം വളരെ നന്നായി പഠിച്ചതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ട് എനിക്ക് കോളേജ് ഫീസും കെട്ടാൻ പറ്റും. ഈ ഗ്രാമത്തിലെ നീ മാത്രമേ 12ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിനക്ക് തന്നെ അറിയാം, നമ്മുടെ ഗ്രാമത്തലവൻ യാതൊരു അച്ഛനമ്മയെയും അവരുടെ മക്കൾ പഠിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന്. ഈ ഗ്രാമത്തിലെ ഏതൊരു അച്ഛനമ്മയും തന്റെ മക്കളെ പഠിപ്പിക്കണമെന്ന് കരുതിയാൽ തന്നെ ആ തലവൻ അവരുടെ കാതുകളിൽ എന്തെങ്കിലും അനാവശ്യം പറയും. നിന്റെ അമ്മ പറയുന്നത് വളരെ ശരി തന്നെയാണ്. ജനങ്ങളെല്ലാരും പഠിപ്പിന്റെ നന്മയാണ് പറയുന്നത്. പക്ഷെ നമ്മളെ ഗ്രാമത്തിന്റെ തലവനുണ്ടല്ലോ, പഠിപ്പിന്റെ കഷ്ടം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ, പഠിച്ചതിന് ശേഷം എല്ലാരും പാവപ്പെട്ടവനാവുന്ന ഒരു ജോലിയും കിട്ടില്ലെന്ന്. ജോലി തേടിയിട്ട് കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. പിന്നെ പഠിച്ച ആൾക്കാര് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറയും. മോനെ, നീ ഇനി മുതൽ നിന്റെ അച്ഛനെ കുറച്ച് ജോലിയിൽ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അച്ഛന്റെ പ്രായവും കൂടിക്കൊണ്ടേ വരുന്നു. നിങ്ങൾ എന്താ വിചാരിക്കുന്നമ്മേ? അച്ഛൻ വന്നിട്ട് വിശ്രമിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനും അച്ഛനെ പോലെ തന്നെ ഒരു കൂലി ജോലി ചെയ്യണോ? ഇല്ല അമ്മേ, ഞാൻ വേറെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ അവിടെ നിന്നും പോയി. കമലപ്രസാദ് തന്റെ ഭാര്യയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഒരു കുഴപ്പമില്ല, അവൻ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ തെറ്റെന്താ ഉള്ളത്? എന്റെ മനസ്സെന്ത് പറയുന്ന വെച്ചാൽ എന്റെ മകൻ തീർച്ചയായിട്ടും നല്ലത് ചെയ്യുമെന്നാണ്. അടുത്ത ദിവസം ശേഖർ തന്റെ ബാഗ് പാക്ക് ചെയ്ത് സിറ്റിയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. എവിടേക്ക് പോകുന്നു ശേഖർ? ഞാൻ സിറ്റിയിലേക്ക് പോവാണമ്മേ. സിറ്റിയിൽ എന്റെ ഫ്രണ്ട് നിതിൻ ഉണ്ടമ്മേ. ഞാൻ അവന്റെ കൂടെ ചേർന്ന് അവന്റെ റൂമിൽ തന്നെ താമസിച്ചോളാം. പിന്നെ അവിടെ എനിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറെ കുട്ടികൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യത്തിന് വിഷമിക്കണ്ട. എല്ലാ കാര്യവും ശരിയായതിനു ശേഷം എല്ലാ മാസം നിങ്ങൾക്ക് ഞാൻ മണി ഓർഡർ അയച്ചേക്കാം, പേടിക്കണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ വീട്ടിൽ നിന്നും തിരിച്ചുപോയി. ശേഖർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയതേയുള്ളൂ. അപ്പോഴാണ് ഗ്രാമത്തലവൻ നടന്ന് അവിടേക്ക് വന്നത്. അവിടെ വന്ന് ശേഖറെ നോക്കിയിട്ട് തലവൻ ശേഖറിനോട് കളിയാക്കുന്ന രീതിയിൽ എന്തു പറഞ്ഞെന്നാൽ, എന്താണ് കാര്യം ശേഖർ? എങ്ങോട്ടാണ് നീ പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ സിറ്റിയിലേക്ക് പോവാണ് മുതലാളി. ആ, എനിക്കും അറിയാം, നീ സിറ്റിയിലേക്ക് പോയിട്ട് കോളേജ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ കുറച്ചും പോലും അക്കരെയുള്ളത് ഒരു കാര്യവും ഇല്ല. അച്ഛൻ കൂലി ജോലി ചെയ്ത് വല്ലാതെ വയസ്സായി നിൽക്കുകയാണ്. നീ അവർക്ക് സഹായിക്കാണ്ടിരിക്കാണ്ട് നീ സിറ്റിയിൽ പോയിട്ട് ഊര് ചുറ്റാൻ പോവുകയാണോ? നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ മുതലാളി. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഞാനും എന്റെ അച്ഛനെ പോലെ തന്നെ കൂലി ജോലി ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ എന്റെ വരുംകാല സന്തതിന് ഇത്രയും കഷ്ടപ്പാട് കൊടുക്കാൻ പാടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ ബസ്സിൽ കയറി. പിന്നെ കുറച്ചു സമയത്തിനകം അവൻ സിറ്റിയിലേക്ക് ചെന്നു ചേർന്നു. സിറ്റിയിൽ അവൻ തന്റെ കൂട്ടുകാരൻ നിതിന്റെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവനെ അവിടെ കണ്ടതും നിതിൻ ഷോക്കായി പോയി. എന്താണ് കാര്യം ശേഖർ? നീ എന്താ പെട്ടെന്ന് ഇവിടെ വന്നിരിക്കുന്നത്? ശേഖർ എല്ലാ കാര്യങ്ങളും നിതിനോട് പറഞ്ഞു. ഇതെന്തോ എനിക്ക് ശരിയില്ലെന്നാ തോന്നുന്നത്. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ തന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ. എന്റെ റൂം പാർട്ട്ണർ ഇന്നും 2 ദിവസത്തിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കും. ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ തറയിൽ തന്നെ വിരിച്ചിട്ട് ഞാൻ കിടന്നോളാം. പിന്നെ നീയും നിന്റെ റൂം പാർട്ട്ണറും കോളേജിലേക്ക് നിങ്ങൾ പുറപ്പെട്ടു പോയേക്കും. ഞാൻ രാവിലെയും വൈകുന്നേരം കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കും. പിന്നെ നിന്റെ കൂടെ ചേർന്നിട്ട് ഞാൻ കോളേജിലേക്കും വരും. ഐ എം സോറി ശേഖർ, ഈ കാര്യം കേൾക്കാൻ വേണ്ടി വളരെ നന്നായിട്ടുണ്ടാവും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ 3 പേരും ഒരേ മുറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ ഇവിടുന്ന് പോയാലേ നന്നായിട്ടുണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും നീ ഗ്രാമത്തിൽ നിന്റെ അച്ഛനമ്മേനെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത് അത് നന്നായിട്ടുണ്ടാവരാൻ തോന്നുന്നത്. പോയിട്ട് അവർ കൂടെ പോയിട്ട് കൂലി ജോലി നിൽക്ക്. ശേഖർ മുഖത്ത് സങ്കടത്തോടു കൂടി അവിടെ നിന്നും പോയി. പിന്നെ ഫുട്പാത്തിലിരുന്ന് ആലോചിക്കാൻ തുടങ്ങി.
ഒരു പക്ഷേ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയാൽ അവരെല്ലാരും ചേർന്ന് എന്നെ കളിയാക്കല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇപ്പൊ എങ്ങോട്ടാ പോവുക? ശേഖർ ഒരുപാട് സമയം വരെ ആഴ്ന്നു ചിന്തിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഒരു വയസ്സായ മുത്തശ്ശൻ ശേഖറിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ നിന്നെ കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട് മോനെ. നീ ഇങ്ങനെ ഫുട്പാത്തിൽ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോടത്ത് പറയൂ. ശേഖറിന് ആ വയസ്സായ ആളെ കണ്ടതും അവനെ തന്റെ അച്ഛനെ പോലെ തോന്നാൻ തുടങ്ങി. ശേഖർ എല്ലാ കാര്യങ്ങളും ആ വയസ്സനായ ആളോട് പറഞ്ഞു. അതായത് തന്റെ കൂട്ടുകാരൻ നിതിൻ എങ്ങനെ അവനെ അപമാനിച്ച് റൂമിൽ നിന്നും പറഞ്ഞയച്ചു എന്ന്. നീ എന്താ മോനെ പഠിച്ചാൽ മാത്രമാണ് വലുതാവാൻ പറ്റുന്നത് വിചാരിക്കുന്നത്? ഇപ്പൊ ലോകം വല്ലാതെ മാറിയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പഠിപ്പ് വളരെ ജീവിതത്തിൽ മുഖ്യമാണ് മോനെ. പക്ഷേ അതിനെക്കാട്ടും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള വലിയ വലിയ ബിസിനസ്മാൻ, പിന്നെ വലിയ വലിയ കമ്പനീന്റെ മുതലാളിയൊക്കെ അവരൊക്കെ ജീവിതത്തിൽ വളരെ കുറവായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു പിസ്സ കടയുണ്ട്. നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ കടയിൽ വന്നിട്ട് എന്നെ ജോലി ചെയ്യൂ. പിന്നെ രാത്രി നിനക്ക് അവിടെ തന്നെ താമസിക്കാം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നിനക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവണ്ട. ശേഖറിനെ ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ദിവസത്തിനു ശേഷം ശേഖർ ആ വയസ്സായ മുത്തശ്ശന്റെ കടയിൽ ഡെലിവറി ബോയ് ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് പിസ്സ ഡെലിവറി ചെയ്യും. പിന്നെ രാത്രി സമയത്ത് ആ വയസ്സായ മുത്തശ്ശൻ കട മൂടിയിട്ട് പോയതിനു ശേഷം ശേഖർ അദ്ദേഹത്തിന്റെ കടയിൽ തന്നെ ഇരുന്ന് രാത്രി മുഴുവൻ പഠിക്കും. പതുക്കെ പതുക്കെ ശേഖറിനും മനസ്സിലാകാൻ തുടങ്ങി. അതായത് പഠിത്തവും വ്യാപാരവും രണ്ടും വേറെ വേറെ ആണെന്ന്. ഒരു ദിവസം ശേഖർ ആ വയസ്സനായ ആളോട് പറഞ്ഞു, ഞാൻ പിസ്സ ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും മോനെ, ഇന്ന് തന്നെ നീ കിച്ചണിൽ പോയി പഠിച്ചോളൂ. ശേഖർ കുറച്ചു ദിവസത്തിൽ തന്നെ നന്നായിട്ട് പിസ്സ ചെയ്യാൻ തുടങ്ങി. അവന്റെ കൈകൊണ്ട് ചെയ്ത ആ പിസ്സ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ശേഖർ ഇപ്പോൾ കുറച്ച് പണം ചേർത്ത് തന്റെ അച്ഛനമ്മയ്ക്ക് മണി ഓർഡറും അയക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം ആ വയസ്സനായ മുത്തശ്ശൻ മരിച്ചുപോയി. അദ്ദേഹം മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ ശേഖറിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ തുടക്കം തൊട്ട് ഇഷ്ടമില്ലായിരുന്നു. എന്റെ അച്ഛൻ നിന്റെ അടുത്ത് അങ്ങനെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടതെന്ന് അറിയില്ല. മൊത്ത കടയിൽ നിന്നെ തന്നെ നോക്കാൻ പറയുന്നുണ്ടല്ലോ. നീ ഇവിടുന്ന് പുറത്തു പോയേക്കേ. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എന്നെ കടയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഞാൻ എവിടുന്ന പോവുക? എടാ, നീ എവിടെ വേണ പോയിക്കോ. അതുകൊണ്ട് എനിക്കെന്താ? എന്തായാലും നിനക്ക് പിസ്സ ചെയ്യാൻ അറിയാലോ. നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് പിസ്സ ചെയ്യൂ. പക്ഷെ ഇനിയൊരു പ്രാവശ്യം നീ എന്റെ കടഭാഗത്ത് വരാനേ പാടില്ല. പോയിക്കോ, വേഗം എവിടുന്ന് പോയിക്കോ. ശേഖർ ഒന്നും മിണ്ടാതെ തന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ കടയിൽ നിന്നും പുറത്തു വന്നു. പുറത്തു വന്നതും അവൻ വീണ്ടും അതേ ഫുട്പാത്തിലേക്ക് ചെന്നു. അവിടെ വെച്ചാണ് ആദ്യമായി ആ മുത്തശ്ശനെ അവൻ കണ്ടത്. ഞാൻ എന്റെ തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല. ഞാൻ കൈകൊണ്ടുണ്ടാക്കുന്ന പിസ്സ സിറ്റിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ലാതെ കുറെ ജനങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ എന്റെ സ്വന്തം കടയിൽ തുടങ്ങണമെന്ന്. ഞാൻ എന്തിനാ അവരുടെ അടുത്ത് സഹായം ചോദിക്കാലോ? ഞാൻ ഇപ്പൊ തന്നെ എന്റെ വ്യാപാരം തുടങ്ങാൻ പോവുകയാണ്. ആരും മുമ്പിലും പോയി നിന്നിട്ട് ഞാൻ കൈ എന്താ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ശേഖർ എവിടെയൊക്കെയാണോ അവൻ പിസ്സ ഡെലിവറി ചെയ്തത് ആ സ്ഥലമൊക്കെ അവൻ തേടിപ്പോകാൻ തുടങ്ങി. ശേഖറിന്റെ നല്ല സ്വഭാവങ്ങൾ കണ്ടിട്ട് എല്ലാരും അവനെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ ശേഖർ ആ സിറ്റിയിൽ ഒരു ചെറിയ കട വാടകയ്ക്കെടുത്ത് അതിൽ പിസ്സ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ശേഖറിന്റെ കടയിൽ വ്യാപാരമില്ലായിരുന്നു. കാരണം സിറ്റിയിൽ ബ്രാൻഡഡ് പിസ്സ കഴിക്കുന്നവരുടെ സംഖ്യ വളരെ വലുതായിരുന്നു. ശേഖർ ഇതേ സങ്കടത്തോടെ രാത്രി സമയത്ത് വളരെ പഴയ ഒരു ബേക്കറിയുടെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാളുടെ ശബ്ദം അവന്റെ കാതുകളിൽ കേട്ടത്. നീ ആരാണ് മോനെ? എന്റെ പേര് ശേഖറാണ്. നിങ്ങൾ ആരാണ്? എന്റെ പേര് മോഹൻലാലാണ്. ആ ബേക്കറി ഉണ്ടല്ലേ, ഞാൻ കുറെ നേരം നോക്കിയിട്ടുണ്ട്. ആ ബേക്കറി മൂടിയിട്ടുണ്ടല്ലോ. എന്റെ ബേക്കറി രാത്രിയിലാണ് തുറക്കാൻ പോകുന്നത്. എന്റെ ബേക്കറിയിൽ വടാപ്പാവ് നന്നായിട്ടുണ്ടാക്കും. ശരി, നീ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാ? ഞാൻ പിസ്സ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് ഞാൻ കടം വാങ്ങിയിട്ട് ഒരു കടയും തുടങ്ങിയിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ലായിരുന്നു, എന്റെ പിസ്സ ജനങ്ങൾ വാങ്ങിയില്ലായിരുന്നു. കാരണം നീ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കണം മോനെ. നിനക്കെന്താ ഒരു വടാപ്പാവ് പിസ്സ ഉണ്ടായിക്കൂടെ? വടാപ്പാവ് പിസ്സയോ? നിങ്ങൾ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? ഞാൻ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. എനിക്ക് നിന്റെ സ്വഭാവം വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിനക്ക് ഒരു വഴി പറഞ്ഞു തരാം. എനിക്ക് വടാപ്പാവ് ചെയ്യാനുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം അറിഞ്ഞേക്കാം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വടാപ്പാവ് പിസ്സ ചെയ്യാനുള്ള വഴിമുറയ്ക്ക് വേണ്ടി ഞാൻ വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നിരുന്നു. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ വഴിമുറ നിനക്ക് പറഞ്ഞു തന്നേക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനാണ് മുതലാളി? എന്റെ ഈ വടാപ്പാവ് ചെയ്യുന്ന വഴിമുറ കൊണ്ട് നീ എപ്പോഴും
എന്റെ ബേക്കറിയിൽ മാത്രമാണ് വടാപാവ് പിസ്സ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളടുത്ത് വടാപാവ് വാങ്ങാൻ എന്റെ അടുത്ത് കാശില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല, ഞാൻ നിനക്ക് കടം തരാൻ തയ്യാറാണ്. പക്ഷെ ഇതിൽ എന്ത് ഗ്യാരണ്ടിയാ ഉള്ളൂ മുതലാളി? വടാപാവ് പിസ്സ വിൽക്കാൻ പറ്റുമോ ഇല്ലയോ? തീർച്ചയായിട്ടും വിൽക്കും മോനെ. പോകെ പോകെ എല്ലാ ദിവസം കൂടി നിന്റെ ജീവിതം തന്നെ മാറിപ്പോവും. ഇങ്ങനെ പറഞ്ഞിട്ട് മോഹൻലാൽ ശേഖറിനെ ആ ബേക്കറിനകത്തേക്ക് കൊണ്ടുപോയി. ശേഖർ നോക്കിയപ്പോൾ ആ ബേക്കറി അകത്ത് വളരെ വലുതായിരുന്നു. പക്ഷെ ആ ബേക്കറിയുടെ അകത്ത് ഒരാള് പോലും ജോലി ചെയ്യുന്നില്ല. അവിടെ മെഷീൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അത് ഓട്ടോമാറ്റിക് രീതിയിൽ വടാപാവ് ചെയ്ത് അയക്കുകയായിരുന്നു. മുതലാളി, ഇവിടെ ജോലി ചെയ്യാൻ വേറെ ആളില്ലല്ലോ. പിന്നെ ഇത്രയും വലിയ മെഷീന്റെ ശബ്ദവും പുറത്താർക്കും കേൾക്കുന്നുമില്ലല്ലോ. ഇത് ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ് മോനെ. ഇന്നും കുറച്ചു നേരത്തിൽ നിനക്ക് എല്ലാം മനസ്സിലാവും. മോഹൻലാൽ ആ ബേക്കറിക്ക് അകത്തിരുന്ന് വടാപാവ് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു. കുറച്ചു സമയത്തിനകം ശേഖറിന് മനസ്സിലായി. ശേഖർ ഒരുപാട് വടാപാവുകൾ വാങ്ങിയിട്ട് കടയ്ക്ക് പോയി. പിന്നെ രാവിലെ തന്നെ ഒരുപാട് വടാപാവ് പിസ്സ റെഡിയാക്കി തയ്യാറാക്കി വെച്ചു. അതിന്റെ മണം ഒരുപാട് ദൂരെ വരെ വീശി. ബൈക്ക് സവാരി ചെയ്തുകൊണ്ട് അതുവഴി പോയ ഒരാൾ പെട്ടെന്ന് ശേഖറിന്റെ കടയുടെ മുൻപിലായി ബൈക്ക് നിർത്തിയിട്ട് വന്നു നിന്നു. ഇവിടെ നിന്നിട്ട് നല്ല മണം വരുന്നുണ്ടല്ലോ. ഇത് വടാപാവ് പിസ്സ വാസനയാണ്. ഞാൻ ഇങ്ങനത്തെ പിസ്സ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. തരൂ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശേഖർ ഒരു വടാപാവ് പിസ്സ അവന്റെ കയ്യിൽ നൽകി. ആ പിസ്സ കഴിച്ചിട്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. ഞാൻ പറയുന്നത് കേക്ക്, എനിക്ക് പിസ്സ കഴിക്കുന്നത് വളരെ ആഗ്രഹമാണ്. പക്ഷേ ഇത്രയും രുചിയുള്ള പിസ്സ ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത് വടാപാവ് പിസ്സയാണ് സാർ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വടാപാവ് പിസ്സനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. കുറച്ചു ദിവസത്തിനകം പതുക്കെ പതുക്കെ ശേഖറിന്റെ വടാപാവ് പിസ്സ വളരെ ഫേമസ് ആയി. ഇപ്പോൾ ശേഖർ തനിക്ക് സ്വന്തമായ ഒരു വലിയ വീട് സിറ്റിയിൽ വാങ്ങി. ശേഖർ ഇപ്പോൾ MBAയും കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവന്റെ മുഴുവൻ ശ്രദ്ധയും തന്റെ വടാപാവ് പിസ്സ ബിസിനസ്സിലായിരുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ഒരു കമ്പനിയുടെ മുതലാളി ശേഖറിനോട് എന്തു പറഞ്ഞെന്നാൽ, എന്റെ പേര് എഡ്വേർഡ് ആണ്. ഞാൻ അമേരിക്കയിലാണ് ഉള്ളത്. ഞാൻ നിങ്ങളുടെ വടാപാവ് പിസ്സനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ഈ വടാപാവ് പിസ്സന്റെ ഒരു ബ്രാഞ്ച് അമേരിക്കയിൽ ഓപ്പൺ ചെയ്യണം. സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം. ശരിക്കും ഇത് വളരെ നല്ല ന്യൂസ് ആണ് സർ. ശേഖർ എഡ്വേർഡിനോടൊപ്പം പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. പിന്നെ കുറച്ചു ദിവസത്തിനകം തന്നെ ശേഖറിന്റെ വടാപാവ് പിസ്സ വേൾഡ് മൊത്തം ഫേമസ് ആകാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിനകം ശേഖറിന് ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡും ലഭിച്ചു. ആ അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ ശേഖറിന്റെ അച്ഛനും അമ്മയും ഗ്രാമത്തലവനോടൊപ്പം ശേഖറിനെ കാണാനായി വന്നു. എനിക്ക് അപ്പൊ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മോനെ, നീ തീർച്ചയായിട്ടും എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യുമെന്ന്. എന്റെ കണ്ണുകൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്റെ മകൻ ഇത്രയും വലിയ ഒരു ബിസിനസ്മാൻ ആയിട്ടുണ്ടല്ലോ എന്ന്. നിന്റെ അച്ഛൻ പറയുന്നത് വളരെ ശരിയാണ് മോനെ. അന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടിരുന്നെങ്കിൽ നീയും നിന്റെ അച്ഛനെ പോലെ കൂലി തൊഴിലാളി ആയേനെ. എന്നോട് ക്ഷമിക്കണം ശേഖർ. ഞാൻ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല അധ്വാനവും പിന്നെ പഠിപ്പും ഉണ്ടെങ്കിൽ പിന്നെ ആരും അവരെ തോൽപ്പിക്കാനേ പറ്റില്ല എന്ന്. നീ നമ്മുടെ ഗ്രാമം മാത്രമല്ല, നമ്മുടെ നാടൻ എന്നെ ഒരു നല്ല പേരും തന്നിട്ടുണ്ട്. നിന്നെ പറ്റി വിചാരിച്ചാൽ അഭിമാനമുണ്ട് മോനെ. ശേഖർ തലവൻ പിന്നെ തന്റെ അച്ഛനമ്മയോട് എന്ത് പറഞ്ഞെന്നാൽ, എന്റെ ഈ വിജയത്തിന്റെ കാരണം എന്റെ സുഹൃത്ത് മോഹൻലാൽ സാറാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബേക്കറിൽ നിന്ന് എനിക്ക് വടാപാവ് തന്നിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഇത്ര വലിയ ആളാവാൻ പറ്റില്ലായിരുന്നു. ഇന്നും അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന വടാപാവാണ് എന്റെ കമ്പനിയിലേക്ക് വരുന്നത്. എന്നാൽ നീ മോനെ അയാൾക്ക് തീർച്ചയായിട്ടും നന്ദി പറയണം. നിങ്ങൾ വരുന്ന മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ശരി, പോ മോനെ. നല്ല കാര്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. ശേഖർ തന്റെ കാർ എടുത്തുകൊണ്ട് ആ ബേക്കറിയുടെ അടുത്തേക്ക് പോയി. അവൻ ഒരുപാട് ദിവസത്തിന് ശേഷം ആ ബേക്കറിനടുത്തേക്ക് വന്നു. മോഹൻലാൽ ഒരുപാട് ദിവസം ശേഖറിനോട് പേയ്മെന്റ് വാങ്ങിയില്ല. പക്ഷെ ശേഖർ നോക്കിയപ്പോൾ ആ ബേക്കറിനടുത്ത് ആരുമില്ലായിരുന്നു. ആ ബേക്കറി മൂടപ്പെട്ടിരുന്നു. ശേഖർ വളരെ ആശ്ചര്യത്തോടെ ആ മൂടപ്പെട്ട ബേക്കറി നോക്കിയിരുന്നു. അപ്പോഴാണ് ഒരാളുടെ ശബ്ദം ശേഖറിന്റെ കാതുകളിൽ കേട്ടത്. എന്താ കണ്ടോണ്ടിരിക്കുന്നത്? എന്റെ പേര് ശേഖറാണ്. എപ്പോഴും ഈ നേരത്തിൽ മോഹൻലാൽ മുതലാളി ഇങ്ങോട്ട് വരുമല്ലോ. പക്ഷേ എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന്റെ ബേക്കറി പൂട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? ഈ ബേക്കറി കുറെ വർഷങ്ങളായി മൂടിക്കിടക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ ഏത് മോഹൻലാലിനെ പറ്റി പറയുന്നോ? അദ്ദേഹം പല വർഷങ്ങൾ മുമ്പ് എന്നെ മരിച്ചു പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ പറയാൻ വരുന്നത്? മോഹൻലാൽ മുതലാളി 1950-ലാണ് ഇവിടെ മുതലാളിയായിട്ടുണ്ടായിരുന്നത്.
നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടെ ശുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചെക്ക് എടുത്ത് ശേഖറിന് നൽകി. പല വർഷങ്ങളായിട്ട് എനിക്ക് ഇവിടെ ഈ ചെക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആരോ ശേഖർ എന്ന് പറഞ്ഞ ഒരാളുടെ സിഗ്നേച്ചറോടും ഉണ്ട്. ആ ആള് നിങ്ങളാണോ? അത് ഞാൻ തന്നെ. നിങ്ങൾക്ക് എന്താ ബുദ്ധി കെട്ടുപോയിട്ടുണ്ടോ? നിങ്ങൾ ആരുടെ പേരിലാണ് ചെക്ക് എഴുതി കൊടുക്കുന്നോ അയാള് 70 വർഷം മുമ്പ് തന്നെ ലോകം വിട്ടു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലേ? ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഇപ്പോൾ ശേഖറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങി. അവന് നന്നായി മനസ്സിലായി, അതായത് ആ വടാപ്പാവ് എന്തുകൊണ്ടാണ് അവൻ വടാപ്പാവ് പിസ്സ ചെയ്യുന്നത്. അതൊരു അത്ഭുതമായ കാര്യമാണെന്ന്. ശേഖർ വളരെ സമാധാനത്തോടെ അവിടെ നിന്നും ചിരിച്ചുകൊണ്ടേ വന്നു. പക്ഷെ ഇന്നും അവന്റെ വടാപ്പാവ് പിസ്സ ലോകമെവിടെയും ഫേമസ് ആണ്.